നമസ്കാരം. ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് പല അവലോകനങ്ങളും പല സർവേകളും പല ചാനലുകളും പുറത്തുവിട്ടു. ഡിഫറന്റ് ആംഗിൾസിന് അത്തരത്തിലുള്ള സംവിധാനങ്ങളൊന്നുമില്ല, അതുകൊണ്ട് തന്നെ പുറത്തുവിട്ടിരുന്നില്ല. ഓരോ മണ്ഡലത്തിലും നടക്കുന്ന എന്തെങ്കിലുമൊക്കെ സംഭവ വികാസങ്ങളെ കുറിച്ച് അപ്പൊക്കപ്പൊ പറയുന്ന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ശോഭാ സുരേന്ദ്രനെ സപ്പോർട്ട് ചെയ്താണ് ഞാൻ സംസാരിച്ചിരുന്നത്. രമേശ് പിഷാരടി താരതമ്യേന ഒരു പുതിയ ആളായതുകൊണ്ട് അതിനേക്കാളും നല്ലത് പ്രവർത്തിച്ച് പരിചയമുള്ള സാധാരണക്കാരുടെ പൾസ് അറിയാവുന്ന, അവരുടെ വേദന അറിയാവുന്ന ശോഭാ സുരേന്ദ്രൻ ജയിക്കട്ടെ എന്ന് ആഗ്രഹിച്ചത്. പക്ഷെ അതിനുശേഷം സംഭവിച്ച ചില സംഭവങ്ങൾ വളരെ നിരാശാജനകമായിരുന്നു. രമേശ് പിഷാരടിയെ വഴി തടയുന്ന സാഹചര്യം, പ്രചരണത്തിന് തടസ്സപ്പെടുത്തുന്ന സാഹചര്യം, അപ്പൊ അതൊരു തരം ഗുണ്ടായിസമാണ്. അപ്പൊ നമുക്ക് മറുകണ്ഠം ചാടേണ്ടി വന്നു. കാരണം അത്തരത്തിലല്ല ഒരു രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുപ്പുകളിൽ പ്രവർത്തിക്കേണ്ടത്, അത്തരത്തിലല്ല ഒരു ജനപ്രതിനിധി പ്രവർത്തിക്കേണ്ടത്. കാരണം അതിനെ ന്യായീകരിച്ചു മഴുകുന്നൊക്കെ കണ്ടു. ഒരുപക്ഷെ പാലക്കാട് മണ്ഡലത്തിൽ BJP ജയിച്ചു വന്നു കഴിഞ്ഞാൽ BJP-കാരല്ലാത്ത എല്ലാവരും കയറെടുത്ത് തൂങ്ങിച്ചെത്തോണം എന്നൊരു നിലപാടിലേക്ക് എത്തിപ്പോകുമോ എന്ന് ഭയന്ന് അവർക്ക് വോട്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ള നിലപാടിൽ ആരെങ്കിലും എത്തിയാൽ അവർ കുറ്റം പറയാൻ പറ്റില്ല. അതിനെ സാധൂകരിക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം മറ്റൊരു ചടങ്ങും കൂടി ഉണ്ടായത്. വേണമെങ്കിൽ കൈക്കൂലി വല്യമ്മയ്ക്ക് മരുന്ന് വാങ്ങാനായിട്ട് 5000 രൂപ കൊടുത്തു എന്ന് പറഞ്ഞത് അതല്ലാതെ തന്നെ ചെയ്യാമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഈ പണം എന്തെങ്കിലും സാമ്പത്തിക സഹായം ഞങ്ങൾക്ക് ചെയ്യാൻ സാധ്യമല്ല, അത് ഒരു പക്ഷെ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം, നിങ്ങൾക്ക് മരുന്ന് വാങ്ങാൻ ആരെങ്കിലും സഹായിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഈ വല്യമ്മ സഹായിക്കണമെന്ന് അവിടെ നിന്നൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു സഹാനുഭൂതിയുടെ കുറച്ച് വോട്ടുകൾ തേടിയെത്തിയേനെ, ശോഭാ സുരേന്ദ്രനെ തേടിയെത്തിയേനെ. ഒരുപക്ഷെ നേരത്തെ രമേശ് പിഷാരടിയിൽ മേൽ വീണിട്ടുള്ള ഒരു നിഴലുണ്ടല്ലോ, അത് ഒരല്പമെങ്കിലും മായ്ച്ചു കളയാൻ അത് ഉപകരിച്ചേനെ. എന്നാൽ ആ സ്ഥാനത്ത് ശോഭാ സുരേന്ദ്രൻ ചെയ്തത് ഒരു യുവാവിനെ മുഖമടിച്ച് പരിപ്പിളക്കുമെന്നും കൂടെ നിന്ന ആള് പോലീസ് സ്റ്റേഷനിൽ കയറ്റുമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് കാറിന്റെ ഉള്ളിലേക്ക് കൈയിട്ട് ഗുണ്ടായിസം കാണിക്കുന്ന ഒരാളെയാണ് കണ്ടത്. അപ്പൊ ആ ഗുണ്ടായിസം കാണിച്ചപ്പോ ഒരു കാര്യം മനസ്സിലായി, അവർ അറിഞ്ഞുകൊണ്ട് കാശ് കൊടുത്തതാണ് എന്ന്. അല്ലെങ്കിൽ അത്തരത്തിൽ പ്രതികരിക്കേണ്ട ഒരു ആവശ്യമില്ല. ആ ഒരു പ്രതികരണം മറ്റെന്തോ മറയ്ക്കാനുള്ളത് പോലെയാണ് ജനം മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ പടിക്കൽ കളമടച്ച ഒരാളായി ശോഭാ സുരേന്ദ്രൻ മാറി. സ്വാഭാവികമായിട്ടും അവിടെ രമേശ് പിഷാരടി അയാള് ഓരോ രംഗവും മാന്യമായി പാകമായി കൈകാര്യം ചെയ്തതുകൊണ്ട് രമേശ് പിഷാരടി ജയിക്കണം എന്നൊരു തലത്തിലേക്ക് പിന്നീട് നമ്മുടെ ഒരു ചിന്ത മാറി. നമുക്കൊക്കെ രാഷ്ട്രീയമുണ്ട്, ആ രാഷ്ട്രീയമൊക്കെ അങ്ങനെ ഉണ്ട്, വോട്ടുകളും മറ്റും എല്ലാം അതനുസരിച്ച് തന്നെ പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഈ ചാനലിൽ എന്റെ ഈ ചാനലിൽ ഞാൻ സംസാരിക്കുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ആളായിട്ടല്ല. പിണറായിയുടെ ആയാലും BJP-യുടെ ആയാലും CPM-ന്റെ ആയാലും അതുപോലെ മുസ്ലിം ലീഗിന്റെ ആയാലും കോൺഗ്രസിന്റെ ആയാലും മോശമായിട്ടും നല്ലതായിട്ടും പറയുന്നുണ്ട്. നിർഭാഗ്യവശാൽ മോശം പറയുന്നത് ചിലർ കണ്ട് തെറി വിളിക്കുന്നു. അവർ അത് മാത്രമേ കാണുന്നുള്ളൂ എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് മറുപടി പറയാറില്ല. തൊട്ടു മുമ്പുള്ള മറ്റു വീഡിയോകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മറ്റ് രീതിയിലുള്ള കമന്റുകൾ അവിടെ വന്നിട്ടുള്ളതായി കാണാൻ പറ്റും. അതെന്തോ ആയിക്കോട്ടെ, ഏതായാലും രമേശ് പിഷാരടിയെ സംബന്ധിച്ചിടത്തോളം ഈ എല്ലാ സന്ദർഭങ്ങളിലും വളരെ പക്വമായ ഇടപെടലാണ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ യുവത്വത്തിന്റെ ആ ഒരു ചടുലതയും ഈ ഉത്തരവാദിത്വ ബോധവും വാക്കുകളുടെ ഒരു നിയന്ത്രണവും ആ പ്രവർത്തനക്ഷമതയും എല്ലാം കണക്കിലെടുക്കുമ്പോൾ അയാൾ ജയിക്കട്ടെ, അയാൾ ജയിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എന്നൊരു നിലപാടിലേക്ക് എത്തി. അതുപോലെ തന്നെയാണ് എന്റെ മണ്ഡലത്തിലെ വേങ്ങര മണ്ഡലത്തിലെ കാര്യങ്ങൾ. അവിടെ മുസ്ലിം ലീഗിന്റെ കുത്തക മണ്ഡലമാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബായിരുന്നു അവിടെ മത്സരിച്ച സമയത്ത്. അദ്ദേഹം ഈ മണ്ഡലത്തിൽ തന്നെ ഉള്ള ആളാണ്, പാണക്കാട് ആണ് അദ്ദേഹം താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തിന് സുപരിചിതനാണ്. ആ നിലയ്ക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയാനും കേൾക്കാനും ഒക്കെ അദ്ദേഹത്തെ കാണാനും എടുക്കാനും ഒക്കെ സൗകര്യമായിരുന്നു. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ പവർ വെച്ച് കുറച്ച് സ്ക്രീനിങ് ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഉപകാരമായിരുന്നു. എന്നാൽ അതിന് പുറത്തുനിന്ന് മറ്റൊരാൾ വരുമ്പോൾ, അതേ നേരെ മലപ്പുറത്തേക്കിട്ട് വേറൊരാൾ വരുമ്പോൾ അതിനേക്കാളും നല്ലത്, ഇവിടെ മത്സരിച്ച് ജയിച്ച് വേറെ എങ്ങോട്ടെങ്കിലും പോകുന്ന ഒരാളെക്കാളും നല്ലത് ഈ നാട്ടുകാർക്ക് ഉപകാരിയായിട്ടിരിക്കുന്ന സബാഹ് ആയിക്കോട്ടെ, LDF-ന്റെ പ്രതിനിധി ആയിക്കോട്ടെ എന്ന് തോന്നി. CPM-ന് പിണറായി സത്വമൊക്കെ നിരന്തരം വിമർശിച്ചുകൊണ്ടിരിക്കുന്ന തനിക്കെങ്ങനെ LDF-ന് വോട്ട് കൊടുക്കാൻ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ ആഗ്രഹിക്കുന്നത് 10 വർഷം പിണറായി ഭരിച്ചില്ലേ, പിണറായി എന്നല്ല CPM ഭരിച്ചില്ലേ. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു ആവർത്തന വിരസത അല്ലെങ്കിൽ ഒരു ബോറ് അനുഭവിക്കുന്ന ആൾക്കാരാണ് കേരളത്തിലുള്ളവർ. അതാണ് ഈ 5 വർഷം മാറ്റി കളിച്ചുകൊണ്ടിരുന്നത്. അതിലൊരു അബദ്ധം പറ്റിയതാണ് കഴിഞ്ഞ 5 വർഷത്തിൽ തുടർ ഭരണം കിട്ടിയത്. അപ്പോൾ ഇനിയൊരു ഭരണം മാറി വരുന്നതാണ് നല്ലത് എന്ന് ജനം ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ച് ഭരണം മാറി വരുമ്പോൾ പ്രതിപക്ഷത്ത് കൊള്ളാവുന്ന, അതായത് എന്തെങ്കിലും ചെന്ന് പറയുമ്പോ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി അല്ലെങ്കിൽ കണക്ക് പുറത്ത് എന്നൊക്കെ പറയുന്ന ആൾക്കാർ,
ആട്ടിയിറക്കി വിടുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനെയുള്ളവർ പ്രതിപക്ഷത്തിരുന്ന് കഴിഞ്ഞാൽ നടക്കില്ല. അതുകൊണ്ട് കൊള്ളാവുന്ന, ജനങ്ങളുടെ മനസ്സറിയാവുന്ന, കുറച്ച് സ്നേഹവും അതുപോലെ സഹാനുഭൂതിയൊക്കെ ഉള്ള കുറച്ച് ആൾക്കാർ പ്രതിപക്ഷത്ത് വേണം. അതായത് സബാഹനെ പോലുള്ള കുറച്ച് ആൾക്കാർ പ്രതിപക്ഷത്ത് വേണം. അങ്ങനെയുള്ളവർ വേണമെന്നത് ഉള്ളത് കൊണ്ട് ഈ ഭരണപക്ഷം മാത്രം കുത്തിയിരുന്ന് ഭരിച്ചു കഴിഞ്ഞാൽ ഭരണം നന്നാവും എന്നുള്ള അഭിപ്രായം നിങ്ങൾക്ക് ഉണ്ടോ? അത് ആര് ഭരിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഒരു പ്രതിപക്ഷം ഉണ്ടെങ്കിൽ നന്നായിട്ട് ഭരിക്കൂ. ഈ പിണറായിന്റെ ഭരണകാലത്ത് നല്ലൊരു പ്രതിപക്ഷം ഇല്ലാതായി പോയി എന്നതാണ് ഇവിടുത്തെ ഒരു വമ്പൻ പരാജയമായിട്ട് ഞാനെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇനി ഒരു ഭരണം മാറി വരുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ലൊരു പ്രതിപക്ഷം ഉണ്ടാകട്ടെ, എന്നാൽ നല്ലൊരു ഭരണം ഇവിടെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ആദ്യത്തെ പോലുള്ളവർ ജയിച്ചു വരട്ടെ എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ നാടിന് ഉപകരിക്കുന്ന ആളല്ലേ, എന്തെങ്കിലുമൊക്കെ ഒരു അത്യാവശ്യ കാര്യത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. പിന്നെ നമുക്ക് എന്താ പ്രശ്നം? അതുകൊണ്ട് ആയിക്കോട്ടെ എന്നൊരു നിലപാട് ഞാൻ എടുത്തു. അതേപോലെ ചാണ്ടി ഉമ്മൻ നല്ലൊരു മാതൃകയാണ്. അയാൾ എന്ത് ചെയ്തു? കുറച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തു എന്ന് പറയുന്നുണ്ട്. എനിക്കറിയില്ല അതിനെ കുറിച്ച് കൂടുതൽ. ഏതായാലും കുറച്ച് കാര്യങ്ങൾ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ ഒരു സൈക്കിൾ എടുത്തുകൊണ്ട് ഇറങ്ങി നടക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ എത്ര MLA-മാർക്ക് ഇതുപോലെ ആളും ആരവും ഇല്ലാതെ സ്വന്തം മണ്ഡലത്തിലൂടെ നടക്കാൻ കഴിയും എന്ന് ചിന്തിച്ചാൽ അവർ കഴിഞ്ഞ 5 വർഷം ആ മണ്ഡലത്തിൽ എന്ത് ചെയ്തു എന്ന് മനസ്സിലാവും. അപ്പൊ അങ്ങനെ നമ്മൾ അവലോകനം നടത്തുമ്പോൾ കക്ഷി രാഷ്ട്രീയമൊക്കെ നമ്മൾ മാറ്റി വെക്കേണ്ടി വരും. BJP-യിലായാലും, BJP-യിൽ ഇപ്പൊ MLA-മാരൊന്നും ഇല്ല, എങ്കിലും കുറച്ച് ആൾക്കാർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന നല്ല കുറച്ച് ആൾക്കാരുണ്ട്. ചിലവർക്ക് അവസരം കിട്ടാത്തതുകൊണ്ട് മറുകണ്ഠം ചാടി മറ്റു പലയിടത്ത് എത്തിയിട്ടുമുണ്ട്. CPM-ലുണ്ട് നല്ല നല്ല യുവാക്കളുണ്ട്, നല്ല ചെറുപ്പക്കാരുണ്ട്. അതേപോലെ മുസ്ലിം ലീഗിലും കോൺഗ്രസിലും ഒക്കെ നല്ല ചെറുപ്പക്കാരുണ്ട്. അവർക്ക് എല്ലാവർക്കും അവസരം വേണമല്ലോ. അപ്പൊ അവർക്ക് വേണ്ടിയൊക്കെ സംസാരിക്കാം എന്നതാണ് നമ്മുടെ ഒരു നിലപാട്. ഇപ്പൊ പിണറായിയെ നഖശികാന്തം വിമർശിക്കുമ്പോഴും അദ്ദേഹം ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ നമ്മൾ അംഗീകരിച്ച് അതിനെ പൊക്കി കാണിച്ചിട്ടുണ്ട്, ചിത്രങ്ങൾ സഹിതം. അപ്പൊ ആ നിലയ്ക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ എന്റെ ഒരു നിഗമനം ഒരു ഭരണമാറ്റം ഉണ്ടാകും എന്നാണ്. അതിന്റെ പ്രധാന കാരണം തുടർച്ചയായി 10 വർഷം അധികാരത്തിലിരിക്കുമ്പോൾ ഒരു ഭരണവിരുദ്ധ തരംഗം ഉണ്ടാകും എന്ന് തന്നെയാണ്. ആ ഭരണവിരുദ്ധ തരംഗങ്ങളിൽ വോട്ടർമാർക്കിടയിൽ ഉണ്ടാകുന്ന ഒരുതരം മടുപ്പ്, ആ മടുപ്പ് കാരണം LDF സർക്കാർ പുറത്തേക്ക് പോകും എന്നാണ്. പിന്നെ വളരെ വ്യക്തമായി മറ്റു ചില കാര്യങ്ങൾ പറയാനുള്ളത്, പെൻഷനുമായി ബന്ധപ്പെട്ട് പെൻഷൻ കുടിശ്ശിക ഒരു വലിയൊരു കീറാമുട്ടിയായിട്ട് നമ്മുടെ ഇടയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അന്ന് കിട്ടും ഇന്ന് കിട്ടും എന്ന് പറയുന്നത് തറവാട്ടിനടുത്ത് കൊടുക്കുന്നത് പോലെയുള്ള ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അത് കൃത്യമായി വിതരണം ചെയ്യുന്നതിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ വോട്ടർമാർക്കിടയിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. കാര്യം നമ്മൾ ഒരു യൂട്യൂബ് ചാനലും തുറന്നു വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിൽ വീഡിയോകളൊക്കെ ചെയ്യുന്നത് കൊണ്ട് അതിനകത്തെഴുതുന്ന കമന്റുകൾ നമ്മളുള്ള ദേഷ്യവും തെറിയും പ്രതിഷേധവും അല്ലെങ്കിൽ അഭിപ്രായമൊക്കെ എഴുതുന്നുണ്ടെങ്കിൽ ചിലരൊക്കെ വ്യക്തിപരമായി വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. ചിലരൊക്കെ വളരെ മോശമായി സംസാരിക്കാറുണ്ട്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് പരിചയപ്പെടുത്താം. വളരെ കട്ടത്തെറിയാണ് അയാൾ പറഞ്ഞത്. 75 10 43 23 57 എന്ന നമ്പറിൽ കണ്ണമ്പള്ളി പൊയിലെ ഷൈജു എന്ന് പറയുന്ന ഒരു ചങ്ങായി കഴിഞ്ഞ ദിവസം കായും പൂവും അതുപോലുള്ള, മനസ്സിലായല്ലോ, അത്തരത്തിലുള്ള കുറച്ച് വാചകങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മളെ അലങ്കരിക്കുകയുണ്ടായി. നിന്റെ ചത്ത അപ്പന്റെ ഓരോ കൊടുക്കും എനിക്കെന്താ അറിയാൻ പറ്റിച്ചു മൈര. ഇനി മറ്റേ ചത്ത ഇയാളുടെ ഉമ്മൻചാണ്ടിന്റെ കല്ലറേന്റെ ഉള്ളിൽ കരിച്ച കല്ലറ മതിച്ച് അയാളുടെ മൈര വലിയ വർത്താനം പറഞ്ഞു. എടാ ഏത് മൈരനടാ ഇത്ര നടണം കേരളം ഭരിച്ച മുഖ്യമന്ത്രി? ഈ വേറൊരു മുഖ്യമന്ത്രി ഇല്ല, വേറെ കോൺഗ്രസിൽ കുറെ തെണ്ടികളായ മുഖ്യമന്ത്രി, കുറെ ആന്റണി ഇപ്പൊ ചായം കിടക്കുന്ന അതിന്റെ മൈ ചത്ത. പിന്നെ മറ്റേ കുരുവായൂരപ്പന്റെ മുതലും കട്ടുകൊണ്ട് കള്ള നായിന്റെ മൈ കരുണാകർ. നിങ്ങൾക്ക് എന്തെങ്കിലും ധൈര്യം ഉള്ളേ? ഇന്ത്യ 10-40 വർഷം ഇന്ത്യ വെച്ച നായിന്റെ മക്കളെ കോൺഗ്രസ് ആണ്. ഇപ്പൊ എന്തിനു പറ്റും? ഉപ്പിട്ട കലമ്പയിന്. ഇപ്പൊ സോണിയാഗാന്ധിയുടെ ഒരു മോനുണ്ട്, രാജീവ് ഗാന്ധിന്റെ മൈ പപ്പു, ഒരു മൈരൻ പറ്റാത്ത നായിന്റെ മോന്റെ മൈ. നമ്പർ എഴുതി കാണിക്കുന്നത് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. കാര്യം ഇത്തരത്തിലുള്ള പുതിയ വാക്കുകളൊക്കെ മലയാള ഭാഷയ്ക്ക് സമ്മാനിക്കുന്നവരെ ജനമൊന്ന് അറിയണമല്ലോ. ഏതായാലും സാന്ദർഭികവശം എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഏതായാലും താഴെത്തട്ടിലുള്ള വോട്ടർമാർക്കിടയിൽ കുറെ അതൃപ്തി ഉണ്ട്. അത് പ്രേക്ഷകർ പലരും നമ്മുടെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്, നിങ്ങൾ ചാനലിലൂടെ ഒന്ന് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് പറഞ്ഞുകൊണ്ട് വെറുതെ വോട്ടെടുപ്പിനെ സ്വാധീനിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് അന്ന് പറയാതിരുന്നത്. വോട്ടെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിൽ ഇനി പറയാലോ. CPM-ന്റെ തുടർഭരണം, പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതോടെ തുടർഭരണം സാധ്യമാക്കിയത് കിറ്റ് കൊടുത്തത് കൊണ്ടാണ് എന്നുള്ള ഒരു പ്രചരണം ഉണ്ടായിരുന്നു. കിറ്റ് മാത്രമല്ല, UDF-ല് ശക്തമായ ഒരു നേതൃത്വമില്ലാത്ത തമ്മിലടിയും ഒക്കെ അതിനെ സ്വാധീനിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ കേരള ജനത അങ്ങനെ മാറ്റി ചിന്തിക്കുന്ന ഒരു ജനതയൊന്നും അല്ല. ഇപ്രാവശ്യം
രണ്ട് പാർട്ടിയിലും ഉള്ളത് കൊണ്ട് ഒരു പക്ഷേ ശരിയാകുമായിരിക്കും. മാത്രമല്ല പോളിംഗ് ശതമാനം ഒന്ന് കൂടിയിട്ടുണ്ട്. പോളിംഗ് ശതമാനം കൂടിക്കഴിഞ്ഞാൽ അത് CPM-ന് ദോഷകരമായാണ് സാധാരണ ബാധിക്കാറ്. നോക്കാം അത് എങ്ങനെ വരും എന്നുള്ളത്. BJP-ക്ക് കുറച്ച് വോട്ട് സ്വാധീനം ഉള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും UDF-ന് കുറെ വോട്ട് കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. LDF-ന് എതിരുണ്ടാകാൻ മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. LDF-ന്റെ സന്തത സഹചാരിയായിരുന്ന ADM നവീൻ ബാബുവിന്റെ മരണം അതൊരു കൊലപാതകമാണ് എന്നതിന്റെ തെളിവാണ് അതിന്റെ അന്വേഷണം എവിടെ എത്താത്തത്. അതൊരു ആത്മഹത്യ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൃത്യമായി അന്വേഷണം നടത്തി കാര്യങ്ങളൊക്കെ കണ്ടെത്തിയാണ്. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചില്ല, പോസ്റ്റ്മോർട്ടം നടന്നില്ല, ആന്തരിക അവയവങ്ങൾ പരിശോധനയ്ക്ക് കൊടുത്തില്ല, അങ്ങനെ ഒന്നും ചെയ്തില്ല. അത് കൊലപാതകമായിരുന്നു എന്നതിന് തെളിവാണ്. പക്ഷെ BP ദീപിയുടെ തലയിൽ ഒരു ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അത് കേസ് അവസാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥ കൊലയാളികൾ രക്ഷപ്പെടുന്നുണ്ട്. CPM-ന് ബന്ധമുള്ളവരായിരിക്കുമല്ലോ അത്. അതുകൊണ്ടാണല്ലോ അത് വളരെ പെട്ടെന്ന് തന്നെ നവീൻ ബാബുവിന്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ദഹിപ്പിച്ചു കളഞ്ഞത്, പിന്നീട് ഒരു പോസ്റ്റ്മോർട്ടം സാധ്യമാകാത്ത വിധം നശിപ്പിച്ചു കളഞ്ഞത്. അപ്പോ അത്തരത്തിലൊരു പാർട്ടി പ്രവർത്തകന്റെ, അതും അത്യാവശ്യം റാങ്കിലിരിക്കുന്ന ഒരു പാർട്ടി പ്രവർത്തകന് തന്നെ ഇതാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഏതാണ് അവസ്ഥ എന്ന് ജനം ചോദിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല സിദ്ധാർത്ഥിന്റെ കൊലപാതകം, അതുപോലെ ഷാബാസിന്റെ കൊലപാതകം, അങ്ങനെ ഒത്തിരി വിഷയങ്ങളുണ്ട്. ഇതിനൊക്കെ പാർട്ടി നേതാക്കന്മാർ പ്രതികളെ സംരക്ഷിച്ചത് ജനം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പലയിടത്തും ബോംബ് പൊട്ടിക്കുന്നതുമെല്ലാം. ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു വിവാദമായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള. ആ ശബരിമല സ്വർണ്ണക്കൊള്ള CPM എങ്ങനെയാണ്, സർക്കാർ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്നത് പരിശോധിച്ചാൽ തന്നെ മതി അതിന്റെ ചില ദുരൂഹതകൾ ചിന്തിക്കാൻ. ഇതൊക്കെ ജനം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വെറും വോട്ട് ബാങ്ക് മാത്രമല്ല, എല്ലാവരും പൊട്ടന്മാരല്ല എന്ന് CPM മനസ്സിലാക്കാതിരുന്നത് കൊണ്ട് അതിന്റെ ഒരു പ്രതിഫലനവും ഈ വോട്ടെടുപ്പിൽ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. പിന്നെ മതവും ജാതിയൊക്കെ നോക്കുകയാണെങ്കിൽ ഈഴവ വോട്ടുകൾ, ഇടതുപക്ഷത്തിന്റെ ഉറച്ച കുറെ വോട്ടുകൾ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുള്ള കുറച്ച് വോട്ടുകൾ, അതൊക്കെ BJP-യുടെ കൊട്ടയിലേക്ക് പോകാൻ ഒരു സാധ്യത കാണുന്നു. അതൊക്കെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പോട് കൂടി തന്നെ ഏകദേശം അത് മനസ്സിലായിരുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ അത് പ്രകടമായിരുന്നു. അത് ആ ഒരു ഒഴുക്ക് സ്വാഭാവികമായിട്ട് CPM-ന് ചെറിയ ക്ഷീണമൊന്നും ആയിരിക്കില്ല ചെയ്യുന്നത്. CPM-ന്റെ പാർട്ടി വോട്ടുകളാണ്. ആ പാർട്ടി വോട്ടുകൾ അങ്ങനെ പോകുമ്പോൾ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം കൂടെ ചെയ്യുമ്പോൾ ഒരു ഭരണ തുടർച്ച ഉണ്ടാകാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. എല്ലാറ്റിനും ഉപരി ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള CAA പോലുള്ള നിയമങ്ങൾ, വേണ്ട SIR-ന്റെ കാര്യങ്ങൾ വന്നപ്പോൾ ഇതൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെ, അല്ലെങ്കിൽ ജനങ്ങളുടെ ആശങ്കകൾ അകറ്റേണ്ടത് എങ്ങനെ എന്നതിനെ കുറിച്ചൊക്കെ CPM സർക്കാർ വൻപിച്ച പരാജയമായിരുന്നു, വലിയ പരാജയമായിരുന്നു. അതായത് ഒരു സർക്കാർ എന്ന് പറയുന്നത് ജനങ്ങളുടെ ആശങ്കകൾ അകറ്റുക, അതുപോലെ ജനങ്ങൾക്ക് ഉപകാരമായി നിലകൊള്ളുക എന്നതൊക്കെയാണ്. പക്ഷെ അതിലൊക്കെ പിണറായി സർക്കാർ പരാജയമായിരുന്നു. അതേസമയം ഒന്നാം പിണറായി സർക്കാർ അതിനൊക്കെ ഏകദേശമൊക്കെ വിജയിച്ചു പോയിരുന്നു. അതിൽ കഴിവും പ്രാപ്തിയുള്ള മന്ത്രിമാരുണ്ടായിരുന്നു. വിദ്യാഭ്യാസ മേഖലയിലായാലും മറ്റേത് മേഖലയിലായാലും കുറച്ച് നല്ല ആൾക്കാരുണ്ടായിരുന്നു. എന്നാൽ അധികാര ഭ്രമം അങ്ങോട്ട് മത്ത് തലയ്ക്ക് പിടിച്ചിട്ട് ഇനി ഞാനും എന്റെ കെട്ടിയോളും 4 തട്ടാന്മാരും മതി എന്നുള്ളൊരു നിലപാടിലേക്ക് പിണറായി സഖാവ് എത്തിക്കഴിഞ്ഞപ്പോ രണ്ടാം പിണറായി സർക്കാരിൽ അത്ര എന്തോ അതിലെ മന്ത്രിമാരെ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. 5 കൊല്ലം ഭരിച്ചിറങ്ങി പോയിട്ട് അതിലെ ഓരോ വകുപ്പിലും ആരാണെന്ന് ചോദിച്ചാൽ 2 or 3 പേരെ മാത്രമേ ജനങ്ങൾക്ക് അറിയൂ, ബാക്കിയുള്ളവരൊന്നും അറിയില്ല. അതൊക്കെ തന്നെ വിവാദം ഉള്ളത് കൊണ്ടാണ്. ഇപ്പൊ വീണ ജോർജിനെ അറിയാവുന്നത് വിവാദമുള്ളത് കൊണ്ടാണ്. അതേപോലെ വിദ്യാഭ്യാസ മന്ത്രി അറിയാവുന്നത് വിവാദമുള്ളത് കൊണ്ടാണ്. അത് ഉന്നത വിദ്യാഭ്യാസമായാലും ഇനി അല്ലാത്ത ദരിദ്ര വിദ്യാഭ്യാസമല്ല, ഏതായാലും അതൊക്കെ കണ്ടെത്തിയത് അങ്ങനെയാ. അല്ലാതെ മറ്റു മന്ത്രിമാരെ ആരെയും അറിയില്ല. പിന്നെ ഒരു ഗണേഷ് കുമാർ ഉണ്ട്, അത് ഇടയ്ക്കിടയ്ക്ക് വിവാദങ്ങൾ ഉണ്ടാക്കുന്നുണ്ടും പിന്നെ അദ്ദേഹത്തിന് കുറച്ചൊക്കെ കഴിവുകൾ ഉള്ളത് കൊണ്ടും പിന്നെ അല്ലാതെ തന്നെ കുറച്ച് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ടൊക്കെ അദ്ദേഹവും കുറച്ചൊക്കെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാതെ ഈ 5 കൊല്ലം ഇവിടെ മന്ത്രിയായിരുന്ന പല MLA-മാരെ തന്നെ അറിയണില്ല, മന്ത്രിമാരെ ഒന്നും അറിയണില്ല. ആ ഒരു അവസ്ഥയിലേക്ക് LDF പോയി. അതിന്റെ ഒരു പ്രതിഫലനം കൂടി സ്വാഭാവികമായിട്ടും ഇവിടെ കാണും എന്നതാണ് വസ്തുത. ഈ തെരഞ്ഞെടുപ്പിൽ എന്തായാലും പ്രതിഫലിക്കും എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം, നമ്മളെ കോൾ ചെയ്തിട്ടുള്ള ആൾക്കാർ, അതുപോലെ നമ്മുടെ പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകൾ, പിന്നെ നമുക്ക് വരുന്ന ഫോൺ കോളുകൾ, ഇതെല്ലാം പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഭരണമാറ്റം ഉണ്ടാവും. പിണറായി വിജയൻ ജയിക്കാൻ സാധ്യത ഉണ്ട്, പക്ഷേ ഭൂരിപക്ഷം കുറയും എന്നാണ് കിട്ടുന്ന വിവരം. ഒരുപക്ഷെ തോൽക്കാനും സാധ്യതയുണ്ട് എന്നും ചിലരൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാനത് വിശ്വസിക്കുന്നില്ല. 1-2% മാത്രമാണ് അതിനുള്ള സാധ്യത. ഏതായാലും തുടർഭരണം ഉണ്ടാകാൻ സാധ്യത വളരെ കാണുന്നില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അതൊരു തൂക്ക് മന്ത്രിസഭ പോലെ എന്തെങ്കിലും ഒരു മന്ത്രിസഭ ആകാനേ തരമുള്ളൂ എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. മൊത്തത്തിൽ
പിണറായി സർക്കാർ ഇന്ന് മൂന്നാമൊരു പിണറായി സർക്കാർ വന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി CPM-നെ ഒന്ന് പുഷ്ടിപ്പെടുത്തി ഈ കഴിവന്മാരെയൊക്കെ ഒന്ന് പറക്കിയെറിഞ്ഞ് യുവാക്കളൊക്കെ കഴിവുള്ള നല്ല യുവാക്കളൊക്കെ രംഗത്തേക്ക് കടന്നു വന്ന് CPM-നെ ഒന്നും കൂടി ഒന്ന് സെറ്റാക്കി എടുക്കാൻ പറ്റും. ഒരു തുടർഭരണം പറയണമെന്നുണ്ടെങ്കിൽ ഈ കഴിവന്മാർ തന്നെ ഈ CPM-നെ ഇല്ലാതാക്കും. അങ്ങനെ ഇല്ലാതാകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതുകൊണ്ട് തന്നെ തുടർഭരണം വരുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. CPM ഇവിടെ വേണം. ഇപ്പൊ എല്ലാ സ്ഥലത്തു നിന്നും തൂത്തെറിയപ്പെട്ടു എന്ന് പറഞ്ഞു കണ്ട് കേരളത്തിൽ നിന്ന് അങ്ങനെ തൂത്തെറിഞ്ഞു പോകണമെന്ന് ഞാൻ പറയില്ല. കാരണം ഇവിടെ കഴിവുള്ള ഒരുപാട് യുവാക്കൾ CPM-ലുണ്ട്. അവർക്ക് നമ്മുടെ സംസ്ഥാനത്തെ പരിപോഷിപ്പിക്കാനുള്ള ഒരു അവസരം കിട്ടണം. അതിനുവേണ്ടി CPM ഇവിടെ നിലനിൽക്കണം. Different angles. Don't forget to subscribe and support this channel.